അസറ്റ് പ്രതിഭാ സംഗമം. അസറ്റ് സ്റ്റാർസ് പുതിയ ബാച്ചും അസറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയും പ്രഖ്യാപിച്ചു. പേരാമ്പ്ര നിയോജകമണ്ഡലത്തിലെ മുഴുവൻ LSS, USS, NMMS ജേതാക്കളെയും SSLC +2 ഫുൾ A+ വിജയികളെയും CBSE ഫുൾ A1 ജേതാക്കളെയും അസറ്റ് പേരാമ്പ്ര അനുമോദിച്ചു. പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിൽ മുൻ കേരള ചീഫ് സെക്രട്ടറി ജിജി തോംസൺ IAS ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്കൂളിൽ പോയി ലളിതഗാനം, മോണോ ആക്ട്, ഫാൻസി ഡ്രസ്സ്, വില്ലടിച്ചാൻ പാട്ട്, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പരിപാടിക്കും പോയി പേര് കൊടുത്തു. അങ്ങനെയൊക്കെ പേര് കൊടുത്തു. പറഞ്ഞു, എടാ IAS ആകുമ്പോൾ പ്രസംഗിക്കാൻ ചെയ്യും, അതുകൊണ്ട് ഇപ്പോഴേ നല്ലോണം പ്രസംഗിക്കാൻ പഠിക്കണം. അപ്പം അങ്ങനെ പ്രസംഗിക്കാനൊക്കെ പഠിച്ചു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു, കോട്ടൺ ഹിൽ സ്കൂൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞു, എടാ ഇത് ഞങ്ങളുടെ സ്കൂളിലെ ഒരു IAS ഓഫീസറെ പ്രസംഗിക്കാനുള്ള സ്കൂളിൽ ചെന്നിരുന്നു. അവിടെ ചെന്നിരുന്ന ആനുവൽ ഡേ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്കൂളിലെ ആനുവൽ ഡേ പരിപാടി എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ട് എങ്ങനെയാ? പിന്നെ അത് കഴിഞ്ഞ് സ്വാഗത പ്രസംഗം, പിന്നെ അത് കഴിഞ്ഞ് സഹിക്കാൻ വയ്യാത്തൊരു പരിപാടിയുണ്ട്, എന്താണെന്നറിയാമോ? റിപ്പോർട്ട് വായന. പ്രശസ്ത മജീഷ്യനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഗോപിനാഥ് മുതുകാട് വിശിഷ്ടാതിഥിയായി. അസറ്റ് ചെയർമാൻ CH ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 2000 പ്രതിഭകളെ അനുമോദിച്ചു. വിജയികളാണ്. അവർ പഞ്ചായത്ത് പ്രകാരമാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അസറ്റ് സ്റ്റാർസിൽ അംഗത്വം നൽകി ദീർഘകാല പിന്തുണ ഉറപ്പാക്കും. അടുത്ത അധ്യയന വർഷം മുതൽ അസറ്റ് പേരാമ്പ്ര ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പ് പരീക്ഷയുടെ പ്രഖ്യാപനം ചടങ്ങിൽ നിർവഹിച്ചു. അക്കാഡമിക് ഡയറക്ടർ T സലീം ആമുഖ ഭാഷണം നടത്തി. അസറ്റ് ജനറൽ സെക്രട്ടറി നസീർ നൊച്ചാട് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് അസറ്റ് സെക്രട്ടറി ചിത്ര രാജൻ നന്ദിയും പറഞ്ഞു.